പിന്നെ സ്പീക്കർ ഉപയോഗിക്കൽ ശറയിൽ തേടപ്പെട്ട കാര്യമാണോ? അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് നിക്കാഹ് നടത്തിയാൽ ആ നിക്കാഹിന്റെ അവസ്ഥ എന്ത്? നിക്കാഹിൽ ഈ യന്ത്രം ഉച്ചഭാഷിണി തേടപ്പെട്ടതേ അല്ല. അങ്ങനെ ആർക്കും വാദമില്ല. നിക്കാഹിന് മാത്രമല്ല, ഒരു കർമ്മത്തിനും, ഇപ്പോൾ ഖുതുബയാവട്ടെ, ജുമയാവട്ടെ, ജമാഅത്താവട്ടെ, ബാങ്കാവട്ടെ, ഒരു കർമ്മത്തിനും ഈ ഉച്ചഭാഷണി ഉപയോഗിക്കൽ തേടപ്പെട്ടതാണ്. ആർക്കും വാദമില്ല. കാരണം ഈ വസ്തു വന്നിട്ടൊരു ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ട് പോലും തികയുന്നില്ല. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10-14 നൂറ്റാണ്ട് ഇവിടെ കഴിഞ്ഞു. അപ്പൊ 13 നൂറ്റാണ്ടിലധികം ജീവിച്ച മുസ്ലിമീങ്ങളൊക്കെയും ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചതില്ലാതെയാണ്. അതുകൊണ്ട് ശറയിൽ തേടപ്പെട്ടതേ അല്ല. മാത്രമല്ല, ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇബാദത്തുകൾ ഒരുപാട് അനർത്ഥങ്ങളുണ്ട്. വലിയ വലിയ ആലിമീങ്ങൾ, വലിയ വലിയ വമ്പന്മാർ, ആരാളും സമ്മതിക്കുന്ന സുസമ്മതരായ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങളെ പോലെയുള്ള, ശംസുല്ലമ ഓറവറെ പോലെയുള്ള, കാങ്ങാട്ടോറെ പോലെയുള്ള, കണാരണ്ടി ഓറെ പോലെയുള്ള, താജുല്ലമ വണ്ടൂരത്തെ ഷെയ്ഖുനെ പോലുള്ള വലിയ മഹാന്മാർ അരുതി എന്ന് പറഞ്ഞ സാധനം ഒരു വെറുതെ പറയൂലല്ലോ. ഇതുകൊണ്ട് പല തകരാറും സംഭവിക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഇത് ഉപയോഗിക്കരുത്. അതുപോലെ നിക്കാഹിനും ഉപയോഗിക്കരുത്. എന്തുകൊണ്ട്? നിക്കാഹിന് പല നിയമങ്ങളുണ്ട്. സാധാരണ ഇടപാട് പോലെയല്ല നിക്കാഹ്. അതിന് നിബന്ധനയുണ്ട്. കൈക്കാരൻ വേണം, അതേപോലെ തന്നെ സാക്ഷി വേണം. ആ സാക്ഷികൾ ഈജാബ് കബൂലിന്റെ വാക്യം എന്ന് പറയും, അത് കേൾക്കണം. ഞാൻ എൻ്റെ മകളെ, ഉദാഹരണം, തനിക്ക് ഇണയാക്കി തന്നു, നിക്കാഹ് ചെയ്തു തന്നു, അല്ല മറ്റാൾ അങ്ങനെ നിങ്ങളുടെ മകളെ എനിക്ക് നിക്കാഹ് ചെയ്ത് ഞാൻ സ്വീകരിച്ചു, ഇതാണ് ഈജാബ് കബൂൽ. ഈ വാക്യം ശരിക്കും തന്നെ ആ തൊള്ള വാക്യം 2 സാക്ഷികൾ ഇവരെ കാണുകയും അതേപോലെ തന്നെ കേൾക്കുകയും വേണം. ഇതിന് തടസ്സമാകുന്ന ഒന്നും സംഭവിക്കാൻ പാടില്ല. ഈ വസ്തു ഉപയോഗിച്ചാൽ പിന്നെ കേൾക്കുന്നത് ബോക്സിൽ നിന്ന് വരുന്ന ശബ്ദം. അത് മനുഷ്യ ശബ്ദമല്ല, യന്ത്ര ശബ്ദമാണെന്ന് നമുക്കറിയാം. യന്ത്ര ശബ്ദം കേട്ടാ പോരാ. സാക്ഷി നമുക്കറിയാലോ. ഇപ്പോ റമദാന്റെ മാസം ഉദാഹരണം, ഇപ്പൊ റമദാനിലെ ഇപ്പോ ഇനി വരാൻ പോകുന്ന ഷാബാൻ കഴിഞ്ഞ റമദാനാ. ഇപ്പൊ റമദാന്റെ മാസോ അതിന്റെ പ്രതിബിംബം വെള്ളത്തിൽ കണ്ടു. വെള്ളത്തിൽ ഒരാൾ നോക്കിയാൽ നേരെ മാസം താഴെ കാണുന്നു. അയാൾ അങ്ങനെ തന്നെ കാളിയുടെ അടുത്ത് പോയിട്ട് സാക്ഷി നിന്ന് അയാൾ പറയുന്നു, ഞാനതിന്റെ പ്രതിബിംബം വെള്ളത്തിൽ കണ്ടിട്ടുണ്ട്, ഞാൻ സാക്ഷി നിൽക്കുന്നു. അല്ലെങ്കിൽ കണ്ണാടിയിൽ കണ്ടു. ഏതായാലും അവിടെ ഇല്ലാതെ കണ്ണാടി കാണൂലല്ലോ, കണ്ണാടിയിലാ കണ്ടത്. അയാൾ പോയിട്ട് കാളിയുടെ അടുത്ത് സാക്ഷി നിൽക്കുന്നു, ഞാൻ റമദാനിലെ മാസം കണ്ടിരിക്കുന്നു, റമദാൻ പിറന്നിരിക്കുന്നു എന്നതിന് ഞാൻ സാക്ഷിയാ. എന്താ തെളിവ് എന്ന് ചോദിക്കുമ്പോ, കണ്ണാടിയിൽ ഞാൻ കണ്ടു, വെള്ളത്തിൽ ഞാൻ കണ്ടു. അല്ലെങ്കിൽ അദ്ദേഹം മറ്റേ ഉപകരണം ഉണ്ടല്ലോ, ചെറുതിനെ വലുതാക്കുന്ന ഉപകരണം, ആ ഉപകരണം വെച്ച് നോക്കിയിട്ട് കണ്ടു. കാളി സ്വീകരിക്കോ? സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് ശറഅ്. നമ്മൾ കേവലം ചെറിയ ബുദ്ധി കൊണ്ട് ആലോചിച്ചാലോ, അവിടെ ഇല്ലാതെ വെള്ളത്തിൽ കാണോ, അവിടെ ഇല്ലാതെ കണ്ണാടി കാണോ എന്ന് ചോദിച്ചാൽ അവിടെ യുക്തിക്കൊന്നും അവിടെ പ്രസക്തിയില്ല. ശറഇന്റെ നിയമ. അതുകൊണ്ട് തന്നെ ഒരു സംഗതിന്റെ അസ്ലുമാണ്, അസ്ലിനമാണ്. നമ്മളിപ്പോ ഒരു രേഖ, അതിന്റെ ഫോട്ടോ കോപ്പി ഒരു അസൽ കോപ്പി വേണോ എന്ന് പറഞ്ഞാൽ ഫോട്ടോ കോപ്പി എടുത്താൽ അവർ സ്വീകരിക്കുവോ? സ്വീകരിക്കൂല. അതിന്റെ ഒറിജിനലിന് വേണം. അതേപോലെ ഒറിജിനൽ എന്ന് പറയുന്ന ഒന്ന് വേറെയാണ്, തത്തുല്യമായ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഒന്നാണ്. ഇപ്പൊ നമ്മൾ പൈസ അതിന്റെ ഫോട്ടോ കോപ്പി എടുത്താൽ 500 രൂപ എവിടെ കൊടുത്തോളം സ്വീകരിക്കുക? ഇല്ല. ഇതിന്റെ ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാലോ, ഇല്ല, സ്വീകരിക്കൂല. ഒറിജിനൽ 500 എടുക്കുന്ന പറയും. അതെ, അത് പറഞ്ഞാൽ ആർക്കും അതിന്റെ വ്യത്യാസം മനസ്സിലായി. ഫോട്ടോ കോപ്പിയാണ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കൂല. ഇതേപോലെ നമ്മളിപ്പോ റെക്കോർഡ് ചെയ്ത ശബ്ദം, ഉദാഹരണം, ഞാൻ സൂറത്ത് യാസീൻ ഓതിയിട്ട് ശബ്ദം റെക്കോർഡ് ചെയ്ത്, അപ്പൊ എനിക്ക് സമയമില്ല, വെള്ളിയാഴ്ച ഉപ്പാൻ കബറിന് യാസീൻ ഓതാൻ. അപ്പൊ ഞാൻ എല്ലാ വെള്ളിയാഴ്ച കൊണ്ട് ഇതായിട്ട് ഓണാടി വെക്കും. കാരണം യാസീൻ ഓതി എന്റെ ശബ്ദം തന്നെയല്ലേ, കേട്ടാൽ തന്നെ ഏതൊരാൾക്കും തിരിയൂല്ലേ, ഞാൻ തന്നെയല്ല അത് ഓതിയത് എന്ന് പറഞ്ഞാൽ അത് യാസീനോത്തിന് പകരാവോ? ഇല്ല, അത് അസിൽ ശബ്ദമല്ല. ഇതുപോലെ സ്പീക്കറിൽ ഈ വസ്തു നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബോക്സ് എന്ന ശബ്ദം വരിക. ആ ശബ്ദത്തിന് യാന്ത്രിക ശബ്ദം എന്നാ പറയുക. അതായത് വൈദ്യുതിയാണ് പോയത്. പിന്നീട് എന്റെ ശബ്ദത്തിന് തുല്യമായ ശബ്ദം യന്ത്രം പുറത്തേക്ക് വിടുക. എത്രയോ കിലോമീറ്റർ അപ്പുറം, 5000-4000 കിലോമീറ്റർ മക്കത്തുനിന്നും നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ സ്പോട്ടിൽ നമ്മൾ കേൾക്കും ഫോണിൽ. അത് അയാളെ ശബ്ദം അങ്ങനത്തെ നമ്മൾ ഫോണിൽ കയറി വന്ന് ഇറങ്ങി വരുന്നതല്ല. അത് യന്ത്രം പുറത്തേക്ക് വന്ന തത്തുല്യമായ ശബ്ദ. അത് റെക്കോർഡ് ചെയ്യും. ശബ്ദം അങ്ങനെ തന്നെ അവിടെ അടിഞ്ഞുകൂടിയതല്ല.
അത് റെക്കോർഡ് ചെയ്യപ്പെട്ട തത്തുല്യ ശബ്ദം എന്നതിന് പറയുക. ആ തത്തുല്യമായ ഫോട്ടോ കോപ്പി മതിയാവൂല, ഒറിജിനൽ വേണം. അങ്ങേ സാക്ഷി സ്വീകരിക്കുള്ളൂ. അതുകൊണ്ടാണ് നിക്കാഹിന് ഈ വസ്തു ഉപയോഗിക്കരുത് എന്ന് കാര്യബോധമുള്ള വലിയ മഹാന്മാർ പറഞ്ഞത്, ഭാഷിക്കല്ല. അതുകൊണ്ട് ആ മഹാന്മാരെ ബഹുമാനിക്കുന്നവരും അവരുടെ കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായമില്ല. കുത്തുബി തങ്ങളുടെ കാര്യത്തെ കുറിച്ചോ കീയനോറെ കാര്യത്തെ കുറിച്ചോ ഇവിടെ നമ്മൾ കേട്ടില്ലേ. ഇതുപോലൊരു റജബ് മാസത്തിൽ പുണ്യ റജബിൽ വെള്ളിയാഴ്ച ദിവസം തലേ ദിവസം ഞാനും അതിന് സാക്ഷിയായിരുന്നു. അവിടുത്തെ ചുണ്ടനങ്ങൾ ഇപ്പോഴും കാണുന്നത് പോലെ ഇരിക്കുന്നു. വില്ലാപ്പള്ളി ദിവസം വന്നായിരുന്നു മൂപ്പറുടെ വീട്ടിൽ കണ്ണൂർ കണ്ടിയിൽ. അങ്ങനെ മൂപ്പറ ചെല്ലുന്ന ദിക്ർ ചൊല്ലി 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 രാത്രി ഫുൾ ടൈം ചെല്ല, പകലും വഫാത്തിന്റെ 10:20 ആ സമയം വരെ ചൊല്ലി 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 ഇന്നാണ് എന്റെ നിഖാഇന്റെ ദിവസം എന്ന് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ അല്ലൗമ അൽഖൽ അഹിബ്ബ മുഹമ്മദൻ വഹിസ്ബ, മുത്തുനബിയെയും സംഘത്തെയും കാണുന്ന എന്റെ നിഖാഇന്റെ ദിവസമാണെന്ന് ബിലാൽ തങ്ങൾ പറഞ്ഞതുപോലെയാ ബഹുമാനപ്പെട്ട ഓറബറുകൾ എന്ന് പറഞ്ഞത് ഇന്ന് എന്റെ നിഖാഇന്റെ ദിവസമാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടെ റജബിലെ ഏറ്റവും ശക്തമായ വെള്ളിയാഴ്ച ദിവസം അള്ളാന്റെ ലോകത്തേക്ക് വഫാത്തായി പോകുന്ന ബഹുമാനപ്പെട്ട ഓറബറുകൾ വെറുതെ വിഷമിപ്പിക്കുക നമ്മളോട് പറയോ ഇത് ഉപയോഗിക്കരുത്? പറയൂല. അതുകൊണ്ട് അങ്ങനത്തെ ഓറമാറാ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഉമ്മമാരെ പെങ്ങന്മാരെ നിങ്ങളെ വീട്ടിൽ നിന്ന് മക്കളുടെ നിക്കാഹ് ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും നിക്കാഹിന്റെ വാചകത്തിന് ഇത് അനുവദിക്കാൻ പാടില്ല. സൂക്ഷ്മതയോടുകൂടെ ചെയ്യേണ്ടതാ നിക്കാഹേ. അത് സ്വർഗത്തിൽ വരെ എത്തേണ്ടതാ. സ്വർഗത്തിലും കുടുംബ ജീവിതമുണ്ട്. അതിന് യാതൊരു തകരാറും സംഭവിക്കാതെ 100% സൂക്ഷ്മതയോടുകൂടെ തന്നെ നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.